കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് ഒഴിഞ്ഞ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് OJ ജനീഷാണ്. യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. OJ ജനീഷ് KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത ആളാണ്. നേരത്തെ രമേശ് ചെന്നിത്തലയോടൊപ്പമായിരുന്നു. പിന്നീടാണ് കൂറുമാറി KC വേണുഗോപാലിനോടൊപ്പം ചേർന്നത്. അതോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവുകയും ചെയ്തു. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത്, ഒന്നാം സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്, രണ്ടാം സ്ഥാനത്ത് എത്തിയത് അബിൻ വർക്കിയാണ്. ചെറിയ വോട്ടല്ല അബിൻ വർക്കി നേടിയത്. 1,70,000-ഓളം വോട്ട്, 1,70,000-ഓളം വോട്ട് നേടി രണ്ടാം സ്ഥാനത്ത് എത്തിയ ആളാണ് അബിൻ വർക്കി. സ്വാഭാവികമായും അബിൻ വർക്കിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകേണ്ടത്. എന്നാൽ സമുദായ സമവാക്യം കണക്കിലെടുത്ത് മാറ്റി അത് വേണ്ടെന്ന് വെച്ചു എന്നാണ് നൽകുന്ന വിശദീകരണം. എന്താണ് സമുദായ സമവാക്യം? KPCC അധ്യക്ഷൻ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനും ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആള് ആകേണ്ട ഈ തീരുമാനമാണ് എടുത്തത്. പക്ഷേ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാർ അംഗീകരിച്ച രണ്ടാമത്തെ നേതാവായ അബിൻ വർക്കിയെ ഈ കാരണം പറഞ്ഞ് ഒഴിവാക്കിയത് ശരിയായോ എന്ന ചോദ്യമാണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഉയരുന്നത്. പരസ്യമായി അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് അബിൻ വർക്കി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും കോൺഗ്രസിന്റെ തീരുമാനം അംഗീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. ഈ അതൃപ്തി അബിൻ വർക്കിക്ക് മാത്രമാണോ? അല്ല, അത് കോൺഗ്രസിലേക്കും മെല്ലെ മെല്ലെ പടരുകയാണ്. അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകണമെന്ന് പരസ്യമായി നിലപാടെടുത്ത ആളാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുടെ ആ നിലപാടിനെ പരസ്യമായി തള്ളുകയാണ് ചെയ്തത് ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ KC വേണുഗോപാൽ. ഇവിടെ KC വേണുഗോപാൽ നല്ലൊരു കളി കളിക്കുന്നുണ്ട്. KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൽ സജീവമായി ഇടപെടാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തുടങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ സജീവമായുള്ള പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ VD സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. ആരാണ് മുഖ്യമന്ത്രിയാവുക UDF ജയിച്ചാൽ എന്ന തർക്കമൊക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തർക്കം നിൽക്കുന്ന ഘട്ടത്തിലാണ് KC വേണുഗോപാൽ ഇറങ്ങി വരുന്നത്. KC വേണുഗോപാലിന് ഒരു താല്പര്യവുമില്ലെങ്കിൽ അബിൻ വർക്കി സംസ്ഥാന പ്രസിഡന്റ് ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് മുൻതൂക്കം കിട്ടും. രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസിൽ പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നു എന്ന തോന്നലുണ്ടാകും. അത് തടയണം. അതിനു വേണ്ടിയിട്ടാണ് അബിൻ വർക്കിയെ തട്ടി പകരം OJ ജനീഷിനെ കൊണ്ടുവന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ UDF അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ അടി നടക്കും. ആരൊക്കെയുണ്ട്? VD സതീശനുണ്ട് ഒന്നാം സ്ഥാനത്ത്, രമേശ് ചെന്നിത്തലയുണ്ട്, അതോടൊപ്പം തന്നെ K സുധാകരന് പോലും മുഖ്യമന്ത്രിയാകണമെന്ന് താല്പര്യമുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരെയും മറികടന്ന് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം KC വേണുഗോപാൽ ഇറങ്ങുമോ? ഈ ചോദ്യം നേരത്തെയുണ്ട് കോൺഗ്രസിൽ. കാരണം ഡെമോക്രസിന്റെ വാള് പോലെ KC വേണുഗോപാൽ തലക്ക് മുകളിൽ നിൽക്കുകയാണ് VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ ഒന്ന് ഇടപെടുമ്പോൾ സ്വാഭാവികമായും VD സതീശനും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ചങ്കിടിപ്പ് വർദ്ധിക്കും. അത് ഹൈക്കമാൻഡ് എപ്പോൾ നിർദ്ദേശിക്കുക, എപ്പോൾ KC വേണുഗോപാൽ തയ്യാറാണോ അപ്പോൾ അതിന് ഹൈക്കമാൻഡ് അനുമതി നൽകും. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഏറെ പ്രിയപ്പെട്ടവരാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചില ഇടപെടലുകൾ നടത്തുമ്പോൾ തന്നെ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നുണ്ട്. KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ ഇപ്പോൾ പറയുന്നത് KC വേണുഗോപാൽ കേരളത്തിൽ സജീവമായി ഇടപെടുകയും വേണുഗോപാൽ ഗ്രൂപ്പ് ശക്തമാക്കുകയും ചെയ്യുന്നു എന്നാണ്. കേരളത്തിൽ യഥാർത്ഥ അല്ലെങ്കിൽ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവ് ആര്? അത് KC വേണുഗോപാൽ ആണ് എന്നതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന് ചുറ്റും ഇപ്പോൾ നേതാക്കൾ അടിഞ്ഞുകൂടുന്നു എന്നാണ് VD സതീശന്റെ വിഭാഗവും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല വിഭാഗവും പറയുന്നത്. ഏതായാലും അടുത്ത മുഖ്യമന്ത്രി UDF ജയിച്ചാൽ ആരായിരിക്കും എന്ന ചോദ്യത്തിലേക്ക് ഒരു പേര് കൂടി വന്നിട്ടുണ്ട്. അത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ അത് വിട്ട് കളിക്കാൻ തയ്യാറാകില്ല. കേരള രാഷ്ട്രീയത്തിൽ സജീവമായത്, MP ആയി മത്സരിച്ചത് ഒക്കെ അതിനു വേണ്ടി തന്നെയാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. ഇനി കോൺഗ്രസിൽ KC വേണുഗോപാൽ യുഗമായിരിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നത്.